എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യം ഇലക്ട്രോ കെമിസ്ട്രിയുടെ മൂന്നാം ഭാഗമായ കണ്ടക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കണ്ടക്റ്റൻസിലെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λ0 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്കും വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്കും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പൊ അടുത്ത ടോപ്പിക് അതാണ്, ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λ0. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി മൂന്ന് ശാസ്ത്രജ്ഞന്മാര് ഡിറൈവ് ചെയ്ത ഒരു ഫോർമുലയുണ്ട്. അപ്പൊ അതിലെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ, ഒരാള് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ടുള്ള ആള് തന്നെ ഡിബായ് എന്ന് പറയുന്ന ഒരാള്, ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആയി പഠിച്ച ഒരാളാണ്. പിന്നെ ഒരാള് ഹക്കൽ തിയറി കേട്ടിട്ടുണ്ട്, ഹക്കൽ. ഇനി ഒരാള് ഓൺസാഗർ. ഇങ്ങനെ മൂന്ന് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് കണ്ടുപിടിച്ച ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ λ0 കണ്ടുപിടിക്കുക. അപ്പോ ആ ഫോർമുല പറയാം. അത് വേറൊന്നുമല്ല, λm equal to λm0 minus a constant a into root of concentration. ഓരോ ടേംസും നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് λm0യുടെ വാല്യൂ ആണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഉണ്ട്, കോൺസെൻട്രേഷൻ വാല്യൂസ് ഉണ്ട്. പിന്നെ ഒരു കോൺസ്റ്റന്റ് എ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ λm വാല്യൂസ് നമുക്ക് അറിയാം. ഇനി ഇക്വേഷൻ നോക്കിയാലേ അറിയാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തുല്യമാണ്. y = mx + c. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫിന്റെ എക്സ് ആക്സിസില് കോൺസെൻട്രേഷന്റെ വാല്യൂസ് ആണ്, റൂട്ട് ഓഫ് കോൺസെൻട്രേഷന്റെ വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. 0 കോൺസെൻട്രേഷൻ, 5 കോൺസെൻട്രേഷൻ, 10, 15, 20 എന്ന് കാണിച്ചിട്ടുണ്ട്. അതേസമയം y ആക്സിസിലെ λm വാല്യൂസ് ആണ് കാണിക്കേണ്ടത്. λm വാല്യൂസ് കാണിക്കണം 100, 200, 300 എന്ന് പറഞ്ഞ് നമുക്ക് ആ വാല്യൂ കാണിക്കാം. ഇനി നമുക്കറിയാം റൂട്ട് ഓഫ് കോൺസെൻട്രേഷനും λm തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം അത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നോക്കിയാലും അറിയാം. നമുക്കറിയാം കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ചാണ് λm കൂടുന്നത്. ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് λm കൂടുന്നത്. ശരി, ഡൈലൂഷൻ കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ കോൺസെൻട്രേഷന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് λm വാല്യൂ കൂടുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ആ ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്ന് വെച്ചാൽ λm0 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അതിനുവേണ്ടി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് λm0 കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ആ ഇക്വേഷന്റെ പേര് ഡിബായ് ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ആ ഇക്വേഷൻ എങ്ങനെ വായിക്കാം എന്ന് ചോദിച്ചാൽ λm equal to λm0 minus a root c. നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിലെ റൂട്ട് സി വാല്യൂ, y ആക്സിസിൽ λm വാല്യൂ പ്ലോട്ട് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 15 എന്ന കോൺസെൻട്രേഷന്റെ λm വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് അത് 200 എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് 10 എന്ന കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇതാ 250 എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് 10ലെ വാല്യൂവും 15ലെ വാല്യൂവും 20ലെ വാല്യൂ ഒന്നും അല്ല, പകരം 0 കോൺസെൻട്രേഷനിലെ വാല്യൂ ആണ്. 0 കോൺസെൻട്രേഷനിലെ വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് നമുക്ക് λm0യുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം അവിടുത്തെ കോൺസെൻട്രേഷൻ 0 ആണ്. 0 കോൺസെൻട്രേഷനിലെ λm വാല്യൂവിനെ തന്നെയാണ് λm0 എന്ന് പറയേണ്ടത്. സോ ഇവിടെ കിട്ടിയ 300 ആണ് ഇവിടത്തെ, ഞാൻ സങ്കല്പത്തിൽ ഒരു വാല്യൂ പറഞ്ഞതാണ്, ഇവിടുത്തെ λm0 എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ ചോദിച്ചു എങ്ങനെ λm0 കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു, നിങ്ങൾ പറയണം അതിനുവേണ്ടി ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിന്റെ എക്സ് ആക്സിനകത്ത് കോൺസെൻട്രേഷന്റെ റൂട്ട് വാല്യൂസ് പ്ലോട്ട് ചെയ്യുക. y ആക്സിനകത്ത് അവിടെ λm വാല്യൂ പ്ലോട്ട് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനത്തെ എന്തുകൊണ്ട് മുട്ടാത്തത്, ആദ്യമേ മുട്ടാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം
സീറോ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ നമുക്ക് പ്രാക്ടിക്കലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 5ലെയും 10ലെയും 15ലെയും ഒക്കെ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന്റെ ലാംഡ വാല്യൂസ് പ്ലോട്ട് ചെയ്യുക. അപ്പൊ അവിടെ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യുക. എക്സ്ട്രാപോളേഷന്റെ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ട്രെൻഡ് അങ്ങോട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നറിയപ്പെടുന്നതാണ് എക്സ്ട്രാപോളേഷൻ. ഇതുവരെ നമുക്ക് ഒറിജിനൽ ആയിട്ട് ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാപോളേഷൻ കാണിക്കുക. അപ്പൊ എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്ന സമയത്ത് y ആക്സിസിനകത്ത് സീറോ കോൺസെൻട്രേഷൻ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അങ്ങനെ ലാംഡ സീറോ കണ്ടുപിടിക്കാമെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഞാനൊരു എക്സാമ്പിൾ, NaClന്റെ ലാംഡ സീറോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള NaCl സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ എല്ലാ ലാംഡ വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് നമുക്ക് ലാംഡ സീറോ ഓഫ് NaCl കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ തന്നെ HCl, അതുപോലെ CH3CONA, സോഡിയം അസറ്റേറ്റ്, ലാംഡ സീറോ. പക്ഷെ നമ്മൾ ലാംഡ സീറോ ഓഫ് CH3COH, അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കാൻ നേരത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂസ് ഒരു പോയിന്റ് ഇവിടെയാണെങ്കിൽ, അടുത്തൊരു പോയിന്റ് ഇവിടെയാണെങ്കിൽ, അടുത്തൊരു പോയിന്റ് ഇങ്ങനെയാണ്. അതായത് എനിക്ക് CH3CON എന്നറിയപ്പെടുന്ന സോഡിയം അസറ്റേറ്റിന്റെ ലാംഡ സീറോ കണ്ടുപിടിച്ച സമയത്ത് പ്രശ്നമില്ല. ലാംഡ സീറോ ഓഫ് HCl കണ്ടുപിടിച്ചപ്പോഴും എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ലാംഡ സീറോ ഓഫ് NaCl കണ്ടുപിടിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ലാംഡ സീറോ ഓഫ് അസറ്റിക് ആസിഡ് കണ്ടുപിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സ്ട്രെയിറ്റ് ലൈൻ പകരം ഒരു കർവാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അസറ്റിക് ആസിഡിന്റെ പ്രത്യേകത അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിലെ അയോണൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കർവ് കിട്ടുന്നതെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്. അത് പ്രത്യേകിച്ച് ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അസറ്റിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് സ്ട്രെയിറ്റ് ലൈനിന് പകരം ഒരു കർവ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ അയോണൈസേഷൻ കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ പാർഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കർവാണ് കിട്ടുന്നതെന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ജോലി എന്ന് വെച്ചാൽ എങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ സീറോ കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ വീക്ക് ഇലക്ട്രോലൈറ്റ് സഹായിക്കാൻ മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കോൾറാഷസ് ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് കോൾറാഷസ് ലോ. അപ്പൊ ഈ കോൾറാഷസ് ലോയുടെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം കോൾറാഷസ് ലോ ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് നമുക്ക് പറയാം. പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോലെ, അതുപോലെ തന്നെ നമ്മുടെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പോലെ കോൾറാഷസ് ലോ ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ സീറോ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിബൈ-ഹാക്കൽ-ലോൺസാഗ് ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ആ ഇക്വേഷൻ അറിയാം, ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. ഇനി അവിടെ വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് കർവാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെത്തേഡ് വീക്ക് ഇലക്ട്രോലൈറ്റിന് ആപ്റ്റ് അല്ല. ഇനി എന്തുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന് കർവ് കിട്ടിയെന്ന് ചോദിച്ചാൽ അവിടെ അയണൈസേഷൻ പാർഷ്യൽ ആണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് എങ്ങനെ ലാംഡ സീറോ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അവിടെ കോൾറാഷസ് ലോയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇനി എന്താണ് കോൾറാഷസ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക, ഒരു ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ, ഇലക്ട്രോലൈറ്റിനെ AB എന്ന് റെപ്രസെന്റ് ചെയ്താൽ അത് അയണൈസ് ചെയ്യുന്നത് A+ എന്ന കാറ്റയോണും ആയിട്ടും B- എന്ന ആനയോണും ആയിട്ട് ആണെങ്കിൽ കോൾറാഷസ് ലോ അനുസരിച്ച് ലാംഡ സീറോ ഓഫ് AB എന്നുള്ളത് ലാംഡ സീറോ ഓഫ് A+ന്റെയും ലാംഡ സീറോ ഓഫ് B-ന്റെയും സം ആണ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് കോൾറാഷസ് ലോ ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഓഫ് അയോൺ. ഓക്കെ, അപ്പോൾ കോൾറാഷസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം ലാംഡ സീറോ ഓഫ് AB ഈക്വൽ ടു ലാംഡ സീറോ ഓഫ് A+ പ്ലസ് ലാംഡ സീറോ ഓഫ് B- ആണ്. ഇതിനിടെ കൂടെ കോൾറാഷസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ പറയണം അക്കോർഡിംഗ് ടു കോൾറാഷസ് ലോ the limiting molar conductivity of an electrolyte, അത് സ്ട്രോങ്ങോ വീക്കോ എന്തോ ആയിക്കോട്ടെ, is the sum of lambda zero of cation and lambda zero of anion എന്ന് പറഞ്ഞാൽ അത് കോൾറാഷസ് ലോയുടെ ഡെഫിനിഷൻ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലാംഡ സീറോയുടെ വാല്യൂ കണ്ടുപിടിക്കുക,
അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ സീറോ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ച സമയത്ത് 3 ശാസ്ത്രജ്ഞന്മാർ വന്നു. ഡിബായ്, ഹക്കൽ ആൻഡ് ഓൺസാഗർ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തു. ആ ഇക്വേഷൻ അനുസരിച്ച് അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തുല്യമാണ്. ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിന്റെ എക്സ് ആക്സിനകത്ത് റൂട്ട് സി വാല്യൂസും വൈ ആക്സിനകത്ത് ലാംഡ വാല്യൂസും പ്ലോട്ട് ചെയ്യുക. നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആ സ്ട്രെയിറ്റ് ലൈനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് നമ്മൾ വൈ ആക്സിൽ ലാംഡ സീറോ കണ്ടുപിടിച്ചു. ഇനി അവിടെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കർവാണ് കിട്ടുന്നത്. ആ കർവിന്റെ പ്രത്യേകത അത് കംപ്ലീറ്റ് അയണൈസേഷൻ ഇല്ലാത്തതുകൊണ്ട്, അതൊരു ചോദ്യത്തിന് ഉത്തരമാണ്, പാർഷ്യൽ അയണൈസേഷൻ ഉള്ളത് കൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന് കർവ് കിട്ടുന്നു. ഇനി എങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി നമ്മൾ സഹായിക്കാൻ വന്നിരിക്കുന്നത് ക്വാഡ്രാഷ്യസ് ലോ ആണ്. ക്വാഡ്രാഷ്യസ് ലോ അനുസരിച്ച് limiting molar conductivity of an electrolyte is the sum of limiting molar conductivity of cation and limiting molar conductivity of anion എന്ന് പറഞ്ഞ ക്വാഡ്രാഷ്യസ് ലോ ആയി. ഓക്കെ, ഇനി ക്വാഡ്രാഷ്യസ് ലോ എങ്ങനെ നമ്മൾ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെ ഒന്ന് ക്വാഡ്രാഷ്യസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോർമുല ഒന്ന് മാറ്റി എഴുതിയാൽ equal to lambda m0 of cation H plus plus lambda m0 of anion CH3COO minus. ഓക്കെ, ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ lambda m0 of Na plus plus lambda m0 of Cl minus. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ lambda m0 of H plus plus lambda m0 of Cl minus. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ lambda m0 of Na plus plus lambda m0 of CH3COO minus. Equation number 1, 2, 3, 4. Okay. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഇതിന് ഒരു വാല്യൂ ഉണ്ട്. ലാംഡ m0 of CH3CO എന്നൊക്കെ ഒരു വാല്യൂ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചുമ്മാ ഒരു വാല്യൂ, ഒറിജിനൽ അല്ല, ഒരു 500 ആണെന്ന് വെച്ചോ. ഇതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ. ഇതിന് അതുപോലെ തന്നെ ഒരു 200 ആയിക്കോട്ടെ, ഇതിനൊരു 100 എന്നായിക്കോട്ടെ. അത് ഒറിജിനൽ വാല്യൂസ് അല്ല, നമുക്ക് എളുപ്പത്തിന് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന വാല്യൂസ് ആണ്. ഇതിന് വാല്യൂ ഇല്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ എങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ, അതായത് നമുക്ക് ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡും ഇക്വേഷൻ 3ന്റെ റൈറ്റ് സൈഡും ഇതിനിപ്പുറം ഇക്വേഷൻ 4ന്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്താൽ ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് പോലെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്നോട് പറയാം. ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡും ഇക്വേഷൻ 3യുടെ റൈറ്റ് സൈഡും ഇക്വേഷൻ 4ന്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് പോലെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 6 ടേംസ് ഉണ്ട്, ഇവിടെ 2 ടേമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് പോലെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? CH3CO ഉള്ള ഒരു സാധനത്തിന് ആഡ് ചെയ്യണം. ഇവിടെ ഉണ്ട്. ഇക്വേഷൻ 4 ആഡ് ചെയ്യണം, പ്ലസ് H പ്ലസ് ഉള്ള ഒരെണ്ണത്തിന് ആഡ് ചെയ്യണം. H പ്ലസ് ഉള്ള അവിടെ കിടപ്പുണ്ട്, 3 ആഡ് ചെയ്യണം. അപ്പൊ എക്സ്ട്രാ വന്നത് ആഡ് ചെയ്യുന്ന സമയത്ത് കൂടെ വന്നത് ഞാൻ ഇത് കിട്ടാൻ വേണ്ടി ഇത് ആഡ് ചെയ്തു, ഇത് കിട്ടാൻ വേണ്ടി ഇത് ആഡ് ചെയ്തു. പക്ഷെ കൂടെ വന്നത് ഇതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാല്യൂസിനെ മൈനസ് ചെയ്യണം. അതിനുവേണ്ടി ഇതാ കിടപ്പുണ്ട്, ഇക്വേഷൻ 2നെ മൈനസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് പോലെ കിട്ടണം. അതിനുവേണ്ടി CH3CO മൈനസ് ഉള്ള ഇക്വേഷൻ 4ന്റെ റൈറ്റ് സൈഡിനെ ആഡ് ചെയ്തു. H പ്ലസ് ഉള്ള ഇക്വേഷൻ 3യുടെ റൈറ്റ് സൈഡ് ആഡ് ചെയ്തു. പക്ഷെ നമ്മുടെ കൂടെ ആവശ്യമില്ലാത്ത Na പ്ലസും Cl മൈനസും കൂടെ വന്നു. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ 2 ഉപയോഗിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുക. അപ്പൊ എങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ 1 കിട്ടും. ഇതേ കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 4ന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ആഡ് ചെയ്യണം. lambda m0 of CH3CO Na. ഇത് കിട്ടാൻ വേണ്ടി ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡ് കിട്ടാൻ വേണ്ടി equal to ഇത് ആഡ് ചെയ്യണം. ഇക്വേഷൻ 4ന്റെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യണം. അതുപോലെ ഇക്വേഷൻ 3യുടെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യണം, പ്ലസ് lambda m0 of HCl. ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യണം, മൈനസ് lambda m0 of NaC. അപ്പോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ക്വാഡ്രാഷ്യസ് ലോ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ടേബിളിൽ അവൈലബിൾ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് ഒറിജിനൽ വാല്യൂസ് അല്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. CH3CO ലേക്ക് പകരം 500 പ്ലസ് HCl പകരം 200 മൈനസ് NaCl പകരം 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 200 പിന്നെ 100 ഉള്ളൂ, 600 സിമെന്റ്സ് മീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1.
ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒറിജിനൽ വാല്യൂസ് അല്ല, ടേബിളിൽ ഒറിജിനൽ വാല്യൂസ് അവൈലബിൾ ആയിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാമെന്ന് ഓർമ്മിച്ചു വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ലാംഡ ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും പ്രത്യേക മാർഗങ്ങളാണ്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കർവാണ് കിട്ടുന്നത്. അതിന് കാരണം അയണൈസേഷൻ കംപ്ലീറ്റ് അല്ല. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വാഡ്രാറ്റിക് ലോ ഉപയോഗിക്കാം. ആ ക്വാഡ്രാറ്റിക്സിന്റെ സഹായത്തോടു കൂടി ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ലാംഡ ആൻസർ ഓഫ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയ അസറ്റിക് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി പ്രോബ്ലം വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചാൽ NH4OH ഇതിന്റെ ലാംഡ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. NH4 ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ ആൻസർ ഓഫ് NH4Cl അത് ആഡ് ചെയ്യുക. OH ഗ്രൂപ്പ് ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ ആൻസർ ഓഫ് NaOH ആഡ് ചെയ്യുക. ഇപ്പൊ എക്സ്ട്രാ വന്നിരിക്കുന്നത് Naയും Cl ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലാംഡ ആൻസർ ഓഫ് NaCl മൈനസ് ചെയ്യുക. ലാംഡ ആൻസർ ഓഫ് NH4OH ഈക്വൽ ടു ലാംഡ ആൻസർ ഓഫ് NH4Cl പ്ലസ് ലാംഡ ആൻസർ ഓഫ് NaOH മൈനസ് ലാംഡ ആൻസർ ഓഫ് NaCl. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആ വാല്യൂസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ സഹായിച്ചത് ക്വാഡ്രാറ്റിക് ലോ ആണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ക്വാഡ്രാറ്റിക് ലോയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഇത് പറയാം. ആപ്ലിക്കേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ലോ ചോദിച്ചാൽ ഒന്ന് ഈ കാര്യം പറയാം. ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ ആൻസർ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അവിടെ കാണിക്കാം. രണ്ടാമതൊരു ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ കണ്ടുപിടിക്കാൻ ആൽഫ ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0 അതിലെ ലാംഡ എം 0 ക്വാഡ്രാറ്റിക് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ രണ്ടാമതൊരു ആപ്ലിക്കേഷൻ പറയാം. ഇനി മൂന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആൻ ആസിഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആൻ ആസിഡ് Ka ഈക്വൽ ടു C ഇൻടു ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എം 0 ഇൻടു ലാംഡ എം 0 മൈനസ് ലാംഡ എം അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്വാഡ്രാറ്റിക് ലോയുടെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒന്നാമത്തെ ചോദ്യം ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ ആൻസർ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമതൊരു കാര്യം ഡിറ്റർമിനേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല പ്രോബ്ലത്തിന് ചോദിക്കുക. ഈ ഫോർമുല ആൽഫ ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഡിറ്റർമിനേഷൻ ഓഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് K ഈക്വൽ ടു അതും പ്രോബ്ലത്തിൽ ചോദിക്കാം. K ഈക്വൽ ടു C ഇൻടു ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എം 0 ഇൻടു ലാംഡ എം 0 മൈനസ് ലാംഡ എം എന്നൊരു ഫോർമുലയെ പറയാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പറയാം. ഒന്നാമത്തെ ചോദ്യം ഹൗ വിൽ യു ഡിറ്റർമിൻ ലാംഡ എം 0 ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇനി അടുത്തൊരു ചോദ്യം ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എഴുതുക, പിന്നെ അതിന്റെ ടേംസ് എഴുതുക. പിന്നെ മറ്റൊരു ചോദ്യം ഗ്രാഫ് വരയ്ക്കുക. ലാംഡ എന്നും റൂട്ട് സി തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കർവ് കിട്ടി, അതിന്റെ ഉത്തരം പാർഷ്യൽ അയണൈസേഷൻ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ. ഇനി മറ്റൊന്ന് എങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റിൽ ലാംഡ എം 0 കണ്ടുപിടിക്കാം, ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി വേറൊരു ചോദ്യം ക്വാഡ്രാറ്റിക് ലോ എന്താണ്, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ഏതാണ്. ഇനി വേറൊരു ചോദ്യം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആൽഫ ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് K ഈക്വൽ ടു C ഇൻടു ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ എം 0 ഇൻടു ലാംഡ എം 0 മൈനസ് ലാംഡ എം എന്ന ഫോർമുല ഉപയോഗിച്ചുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ലോ എന്താണെന്ന് വിശദമാക്കുക, 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ വിശദമാക്കാൻ പറഞ്ഞാൽ 3 പോയിന്റുകൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയണം. ഒന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ലാംഡ എം 0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എഴുതണം. രണ്ടാമത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡ എം ബൈ ലാംഡ എം 0. വേറൊന്ന് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് K എന്ന് പറഞ്ഞിട്ട് ആ ഫോർമുല എഴുതി കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടക്ടൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധയോടെ പഠിക്കുക, എഴുതി പഠിക്കുക, ഗ്രാഫുകൾ പ്രത്യേകിച്ച് വരച്ച് പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ വീണ്ടും എഴുതി മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.